എല്ലാവർക്കും ജിനോസ് ഫിസിക്സ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം. കഴിഞ്ഞ ദിവസം കൂളോംസ് ലോ എന്താണെന്നും അത് എങ്ങനെയാണ് കിട്ടുന്നതെന്നും അതിൻ്റെ കോൺസ്റ്റൻറ്റുകളുടെ വിലകളും മറ്റ് കാര്യങ്ങളും എല്ലാം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് കൂളോംസ് ലോ വെക്റ്റർ ഫോമിൽ എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ കൂളോംസ് ലോ എന്തിനുള്ള ഇക്വേഷനാണ്? ഫോഴ്സിനുള്ള ഇക്വേഷനാണ്. ഓക്കെ, സോ F is equal to 1 by 4 pi epsilon 0 into Q1 Q2 by R square. അപ്പോൾ we know that force is a vector quantity and it has magnitude and direction. Say this is its magnitude, this is its value, magnitude. Okay, and it should have direction also. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഡയറക്ഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ കൂളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. ഡയറക്ഷനും കൂടെ ചേർത്ത് വേണം പറയാൻ, അല്ലേ? സോ നമ്മൾ രണ്ട് ചാർജ് എടുക്കുന്നു, Q1 ആൻഡ് Q2. മാത്തമാറ്റിക്കൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്ക് പോസിറ്റീവ് ചാർജുകൾ തന്നെ എടുക്കാം. അപ്പോൾ ഇത് രണ്ട് പോസിറ്റീവ് ചാർജുകളാണ്. ഇത് സെയിം ചാർജുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മറ്റു കാര്യങ്ങളും ഒന്ന് നോക്കാം. ഇഫ് ദീസ് ആർ പോസിറ്റീവ് ചാർജസ് ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ഈസ് ദിസ്, ആൻഡ് സിൻസ് they are same charges, they will repel each other, അല്ലേ? ഇത് റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ Q1 Q2വിനെ റിപ്പൽ ചെയ്യുന്നു, തിരിച്ച് Q2 Q1നെയും റിപ്പൽ ചെയ്യും. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ടായിരിക്കും, അല്ലേ? ഇത് അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ്. Q2 is attracted by Q1. റിപ്പൽ ചെയ്യുകയാണെങ്കിലോ ഫോഴ്സ് അങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കും റിപ്പൽ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ നമുക്ക് ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ പോപ്പുലറായിട്ടുള്ള മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. Q1നും Q2നും ഇടയിലുള്ള ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നത് പോപ്പുലറായിട്ടുള്ളൊരു മെത്തേഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡുണ്ട്. ഇത് ഒന്നാമത്തെ ചാർജ്, ഇത് രണ്ടാമത്തെ ചാർജ്, അല്ലേ? അതിനെ പോപ്പുലറായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നതാണ്, R ഡിസ്റ്റൻസ് ടു 2 ഫ്രം 1. അതാണിത്, ഡിസ്റ്റൻസ് അപ് ടു 2 ഫ്രം 1. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, മറ്റേ മെത്തേഡ് ചിലർ ഇങ്ങനെ പറയാറുണ്ട്, R1 2.
എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം 1 to 2 അങ്ങനെ ഞാൻ പറയാം. അപ്പോൾ വി യൂസ് ദിസ് മെത്തേഡ്. ദിസ് ഈസ് ദി പോപ്പുലർ മെത്തേഡ്. ഓക്കെ, ഇത് മാത്രം റിമെമ്പർ ചെയ്താൽ മതി. സോ distance from charge q1 to q2, this distance, okay, I am taking this distance as r up to 2 from 1 up to 2 from 1 ഇങ്ങനെ എടുക്കുന്നു. ഇനി മറ്റൊരാൾ Q2-ൽ നിന്ന് Q1-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? r up to 1 from 2, R12 എന്ന് എടുക്കണം. അത് തിരിച്ചായിരിക്കും. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. ശരി, അതേപോലെ നമുക്ക് ഈ R21-നെ, ഇഫ് ദിസ് ഈസ് എ വെക്റ്റർ ഹാസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സോ R21, it has the magnitude like this and direction is denoted by a unit vector. ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ, ഈ മാഗ്നിറ്റ്യൂഡ് കൊടുത്തിരിക്കുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? R21 ഈസ് ഈക്വൽ ടു, ഈ ഒരു ചിഹ്നം അങ്ങ് മാറ്റും അല്ലേ, ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ രണ്ട് ആ വര അങ്ങ് മാറ്റും. R21 എന്നെഴുതിയിട്ട് R21 ക്യാപ്പ് ഇങ്ങനെ എഴുതിയാലും മതി. ഇത് രണ്ടും സെയിമാണ്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഫോഴ്സിലേക്ക് കിടക്കാം. അപ്പോൾ രണ്ട് ചാർജുകളാണ്, Q1 Q2, രണ്ട് ചാർജുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഫോഴ്സ് എഴുതുന്നതെന്ന്, വെക്ടർ ഫോമിൽ എഴുതുന്നതെന്ന് നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ഫോഴ്സും ഇതേപോലെ എഴുതുന്നതിന് ചില നൊട്ടേഷൻസ് ഉണ്ട്. ഇത് സെയിം ചാർജ് ആയതുകൊണ്ട് അല്ലേ റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനെ റിപ്പൽ ചെയ്യുന്നു, Q1 Q2-നെ റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സാറിന് എഴുതുന്നത് ഫോഴ്സ് ഓൺ Q2 ബൈ Q1. ഇത് F21 എന്നാണ് എഴുതുന്നത്. അപ്പോൾ F21 നിങ്ങൾ എങ്ങനെയാണ് ഇനി മുതൽ അങ്ങോട്ട് മനസ്സിലാക്കേണ്ടത്? ഫോഴ്സ് ഓൺ 2 ബൈ 1 അല്ലേ, ഫോഴ്സ് ഓൺ 2 ബൈ 1. അപ്പോൾ ഇവിടെ Q2-ൽ ലഭിക്കുന്ന ഫോഴ്സ് Q1-ൽ നിന്നാണ് കിട്ടുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. Q1-നാൽ Q2-ൽ ലഭിക്കുന്ന ഫോഴ്സ്. സോ ഫോഴ്സ് ഓൺ Q2 ബൈ Q1 ഈസ് F21. ഓക്കെ, വാട്ട് വിൽ ബി ഇറ്റ്സ് ഡയറക്ഷൻ? ഇതിനെ റിപ്പൽ ചെയ്യുന്നത്, അപ്പോൾ ഇതിന് ലഭിക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഇതിങ്ങോട്ട് റിപ്പൽഷൻ ഉണ്ടാകും, നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. സോ ഇറ്റ്സ് എ ഡയറക്ഷൻ ഈസ് ദിസ്. ഓക്കെ, ദിസ് ഈസ് F21. Similarly, what is F12? What is F12? Force on Q1 by Q2 അല്ലേ. സോ അതെങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇതാണ് F12, ഫോഴ്സ് ഓൺ Q1 ബൈ Q2, അതാണ് F12. ഈ രണ്ട് ഫോഴ്സും ഓപ്പോസിറ്റാണ് അല്ലേ. ശരി, അപ്പോൾ ഇനി നമുക്കിത് കൂളംസ് ലോയിലേക്ക് വന്ന് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ എഴുതുന്നത് നോക്കാം.
ഓക്കെ, ആദ്യം എഴുതേണ്ടത് ഫോഴ്സ് ഓൺ Q2 by Q1. സോ F21 അല്ലേ, F21 ഈസ് ഈക്വൽ ടു വെക്ടർ സൈൻ കൊടുത്തു 1/4πε0 ഇൻറ്റു Q1 Q2 by what is the distance from 1 to 2 R21 square, R21 square. ഓക്കെ, ശരിക്കും ഇതാണ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലേ, ഇതിൻ്റെ ഇപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയുള്ളൂ, ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കൂടെ കൊടുക്കണം. ഡയറക്ഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം എന്തുകൂടെ വരണം, നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ, R21 ക്യാപ്പും കൂടി കൊടുക്കണം, R21 ക്യാപ്പ്. സോ R21 ക്യാപ്പ്. റെഡി? സോ ദിസ് ഈസ് ദി കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ഇത് F12 ആണെങ്കിൽ എങ്ങനെ എഴുതണം? 1/4πε0 ഇൻറ്റു പറഞ്ഞേ Q1 Q2 by R12 സ്ക്വയർ. ഇതുവരെയായപ്പോൾ മാഗ്നിറ്റ്യൂഡായി, ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം, R12 ക്യാപ്പ്. ഇതാണ് ഫോഴ്സ് ഓൺ Q1 by Q2. ഇതാണെങ്കിലോ ഫോഴ്സ് ഓൺ കൂടെ പറയണം Q2 by Q1. അപ്പോൾ ഇതാണ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ഓക്കെ, നമുക്ക് ഇതിനെ വേണമെങ്കിൽ വേറൊരു രൂപത്തിലൂടെ എഴുതാം. ഓർ നമുക്കറിയാം ഈ ഒരു റിലേഷനിൽ നിന്ന് R21 ഈസ് ഇക്വൽ ടു R21 ഇൻറ്റു R21 ക്യാപ്പ്. ഇതിൽ നിന്ന് നിങ്ങൾ R21 ക്യാപ്പ് ഒന്നെടുത്തേ. വാട്ട് ഈസ് R21 ക്യാപ്പ് ഈസ് ഇക്വൽ ടു R21 ഡിവൈഡഡ് ബൈ വെക്ടർ R21 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R21. സോ R21 divided by magnitude of R21. See, you just substitute here. Substitute here. Illannu koduthu kayinjal what is the answer? The answer will be F21 is equal to 1/4πε0 into Q1 Q2 by R21 ക്യൂബ് അല്ലേ, റൈസ് ടു 3 വരും, ഇൻറ്റു ഏത് വരും, R21 വെക്റ്റർ. ഈ രീതിയിലും ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വെക്ടറിന് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലും എഴുതാം. എങ്ങനെ എഴുതാം? F21 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R21 ക്യൂബ് അല്ലേ, ഇവിടെ ക്യൂബാണ്, ഇത് ക്യൂബാണ്, ഓർത്ത് വെച്ചോളണം, ക്യൂബ് ഇൻറ്റു R21 വെക്റ്റർ R21. അപ്പോൾ ഒരുപക്ഷെ ഈ രീതിയിലും നമുക്കിപ്പോൾ ചോയ്സ് ഇട്ട് താഴെ തന്നിരിക്കുന്നതിൽ കൂളംസ് ലോ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും പറയണം. പക്ഷേ മോസ്റ്റ് പോപ്പുലർ ഫോം ഈസ് ദിസ് അല്ലെങ്കിൽ ദിസ്. ഇതൊക്കെയാണ് കൂളംസ് ലോയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിനെ ജനറലൈസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ജനറൽ എഫ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. ഇതാണ് ഇൻറ്റു ആർ ക്യാപ്പ്, Q1 Q2 ബൈ R സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. കാരണം ഇവിടെ R12 വരുമ്പോഴത്തേക്ക് ഇവിടെ R12, ഇവിടെ ഇപ്പം R മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് R മതി, യൂണിറ്റ് വെക്ടർ കൂടെ കാണിച്ചാൽ മതി. അപ്പോൾ ഈ രൂപത്തിലും എഴുതാമെന്ന് പഠിക്കണം. ഇവിടെ ക്യൂബ് വരുമ്പോൾ ഇവിടെ വെക്ടർ ആയിരിക്കണം, പിന്നെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇനി പല മാത്തമാറ്റിക്കൽ പ്രോബ്ലംസൊക്കെ വെക്ടർ വെച്ച് വരും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡിഷൻ പഠിച്ചിട്ടുണ്ട്,
പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ഫോൺ വഴി ചോദിക്കുകയും ചെയ്തു ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താണ്? കാരണം ഇത് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ.